കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് മാധവൻ പിള്ളയുടെ വീട്. ഭാര്യ ഭവാനിയമ്മയും 2 ആൺമക്കളുമാണ് അദ്ദേഹത്തിനുള്ളത്. മാധവൻ പിള്ള ഒരു കൃഷിക്കാരനാണ്. കൃഷിയിലുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹം വീട് വെച്ചതും തൻ്റെ 2 ആൺമക്കളെ പഠിപ്പിച്ചതും കുടുംബം പോറ്റുന്നതും. മൂത്ത മകൻ അനന്തു അച്ഛൻ്റെ പാത പിന്തുടർന്ന് കൃഷിപ്പണി ചെയ്യുകയും സ്വന്തമായി ഒരു കട നടത്തുകയും ചെയ്യുന്നു. ഇളയ മകൻ അരുൺ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബമാണ് മാധവൻ പിള്ളയുടേത്. അരുൺ മാസത്തിലൊരിക്കൽ തൻ്റെ ഗ്രാമത്തിലെത്തി അച്ഛനെയും അമ്മയെയും ചേട്ടനെയും കാണുമായിരുന്നു. ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നതെങ്കിലും അരുണിന് തൻ്റെ നാടും വീടും ബന്ധുക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അരുണിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ അവനോട് വലിയ സ്നേഹമായിരുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി അനന്തുവിൻ്റെ കല്യാണം മാധവൻ പിള്ള ഉറപ്പിച്ചു. പേര് രമ. ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായ രമ നല്ല സംസ്കാരവും ശാന്തമായ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. രമയെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു. വിവാഹം വളരെ മോടിയിൽ തന്നെ നടത്തി. അന്നാണ് രമയും അരുണും തമ്മിൽ സംസാരിക്കുന്നതും. വെറുമൊരു നാട്ടിൻപുറത്തുകാരി മാത്രമല്ല, കാര്യശേഷിയും നല്ല ബുദ്ധിയും ഒക്കെയുള്ള ആളാണെന്ന് അരുണിന് മനസ്സിലായി. അവർ തമ്മിൽ വളരെ പവിത്രമായ ഒരു ബന്ധമാണുണ്ടായിരുന്നത്. രമയ്ക്ക് സ്വന്തം അനുജൻ തന്നെയായിരുന്നു അരുൺ. അരുണിന് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ വരുമ്പോഴെല്ലാം അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ രമ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാവിലെ ഉറക്കമെഴുന്നേൽക്കുക, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കുക, ആവശ്യമെങ്കിൽ അനന്തുവിനെ സഹായിക്കുവാനായി കടയിൽ ചെന്നിരിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് രമ ചെയ്യുമായിരുന്നു. ഭവാനിയമ്മ രമയെ സ്വന്തം മകളായി തന്നെയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ കാലം കടന്നുപോയി. അനന്തു രമ ദമ്പതിമാർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു, ഋത്വിക്. വളരെ സന്തോഷകരമായി ആ കുടുംബം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം രാവിലെ പാടത്ത് പോയ അനന്തുവിനെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട നാട്ടുകാർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വിവരം വീട്ടിലറിയിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അനന്തു മരിച്ചിട്ട് 1 മണിക്കൂറായി. കാരണം പാമ്പ് കടിച്ചതാണ്. ഇത് വീട്ടിലറിഞ്ഞതോടെ കുടുംബം ആകെ തകർന്നുപോയി. ഭവാനിയമ്മ നിലവിളിക്കാൻ തുടങ്ങി. മായ തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കണ്ടു തരിച്ചിരുന്നു പോയി. ലോകം അവസാനിച്ചതായി അവൾക്ക് തോന്നി. ബാംഗ്ലൂരിൽ വച്ച് ഈ വാർത്ത അറിഞ്ഞ അരുണിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അറിയാതെ തറയിൽ വീണു. അപ്പോൾ തന്നെ അരുൺ നാട്ടിലേക്ക് തിരിച്ചു. ബസ്സിലിരുന്ന അരുൺ അനന്തുവിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് കരഞ്ഞു. നാട്ടിലെത്തി തൻ്റെ ചേട്ടനെ കണ്ടു. വീട്ടിൽ ആകെ ബഹളമായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. നാട്ടുകാരെല്ലാം പിരിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അരുണും തിരികെ പോയി. പക്ഷേ നാട്ടുകാരിൽ 1-2 സ്ത്രീകൾ പരസ്പരം പറഞ്ഞു, രമയുടെ ജാതകത്തിലെ ദോഷം കൊണ്ടാണ് അനന്തു മരിച്ചത് എന്നാണ്. അവളെ ഇനിയും ഇവിടെ നിർത്തിയാൽ ഈ കുടുംബം അവൾ നശിപ്പിക്കും. ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ ഭവാനിയമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ സ്ത്രീകൾ പതുക്കെ ഭവാനിയമ്മയിൽ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. പിന്നെ ഭവാനിയമ്മയും പതുക്കെ മാറി ചിന്തിക്കുവാൻ തുടങ്ങി. ഇവരെല്ലാം പറയുന്നത് ശരിയാണ്. ഇവളുടെ ദോഷം കൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത്. ഇവൾ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇനിയും പലതും സംഭവിക്കും. അതുകൊണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടണം. പോകാൻ ഒരിടമില്ലാതിരുന്ന രമ എന്തൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. മാധവൻ പിള്ള ഭാര്യയെ എതിർക്കുവാൻ കഴിയാതെ തല കുമ്പിട്ടിരുന്നു. അപ്പോഴാണ് അരുൺ നാട്ടിലേക്ക് വന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ അമ്മയെ അരുൺ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും വില പോയില്ല. അരുൺ ഒരു ദിവസം ചില സ്ത്രീകൾ വന്ന് തൻ്റെ അമ്മയോട് ആവശ്യമില്ലാത്ത ഏഷണികൾ പറയുന്നത് കേട്ടു. അരുൺ പെട്ടെന്ന് തന്നെ താഴെ എത്തി ഈ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്കാണ് ഇതുപോലെ ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? അരുൺ വഴക്കു പറയാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീകൾ പതുക്കെ എഴുന്നേറ്റ് സ്ഥലം വിട്ടു. എൻ്റെ ചേട്ടൻ മരിച്ചത് പാമ്പുകടിയേറ്റാണ്, അല്ലാതെ അത് ചേട്ടത്തിയുടെ ജാതകദോഷമല്ല. നിങ്ങൾ ഈ പറയുന്നത് വെറും അന്ധവിശ്വാസമാണ്. മനുഷ്യരുടെ അന്ധവിശ്വാസമാണ് ഒരു കുടുംബം തകർക്കുന്നത്. അതുകൊണ്ട് അമ്മ ഇനിയെങ്കിലും അമ്മയുടെ തെറ്റുകൾ മനസ്സിലാക്കി ചേട്ടത്തിയോട് ക്ഷമ ചോദിക്കൂ. ഭവാനിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി. അവർ രമയോട് മാപ്പ് ചോദിച്ചു. രമ അപ്പോൾ പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോവുകയാണ്. അവിടെ നിന്നും പോയ അവൾ സ്വന്തം ജീവിതം പുതുതായി ആരംഭിച്ചു. ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി നേടി. പിന്നീട് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ചെറിയ ഒരു പഠന കേന്ദ്രവും തുടങ്ങി. പഠന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി എത്തിയത് അരുൺ തന്നെയായിരുന്നു. വേദിയിൽ അരുൺ പറഞ്ഞു,
ഒരു സ്ത്രീയെ ജാതകത്തിൻ്റെ പേരിൽ വിധിക്കരുത്. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അതാണ് ഒരു കുടുംബത്തെ രക്ഷിക്കുന്നത്. ആ വാക്കുകൾ കേട്ട് കാണികൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു.